മോളുവാ, നമുക്ക് അപ്പുറത്ത് പോയിരുന്ന് സംസാരിക്കാം. അപ്പൊ അമ്മയുടെ പരാതിയും മാറും. അച്ഛാ, നല്ല തലവേദന. ഞാനൊന്ന് കുളിച്ചിട്ട് കിടക്കട്ടെ. തലവേദന? നീ ഒരു കാര്യം വേഗം റെഡിയാവും, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നേരത്തെ ഉണ്ടായിരുന്നല്ലേ? അതൊന്നും വേണ്ടച്ചാ, കുറച്ചു നേരം കിടക്കുമ്പോ മാറിക്കോളും. ആണോ? ശരി എന്നാ. ഹലോ ഹരി. മനോജെ, എന്തൊക്കെയുണ്ട് വിശേഷം? തനിക്ക് എങ്ങനെയുണ്ട്? ധന്യ ഓക്കെയാണ്. മഹാബലിപുരത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞില്ലല്ലോ, അതാ ഞാൻ വിളിച്ചത്. ഡാൻസ് നന്നായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ വിദ്യമോൾക്ക് പുതിയ പ്രോഗ്രാം എന്തെങ്കിലും വന്നോ? അങ്ങനെ പ്രോഗ്രാമിനായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. പലരും ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ട്, പക്ഷെ വിളിയൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിലും വിദ്യയ്ക്ക് അങ്ങനെ ഒരുപാട് സ്റ്റേജുകളിൽ പ്രോഗ്രാം ചെയ്യണമെന്നൊന്നുമില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വേദികൾ, അത് മതിയെന്ന് നമ്മോട് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ കാണികൾ ഡാൻസിനെ കുറിച്ച് അറിവുള്ളവരും ആസ്വദിക്കാൻ കഴിവുള്ളവരും ആയിരിക്കും എന്നാ അവള് പറയുന്നത്. അത് ശരിയാ, അതൊരു നല്ല കാര്യമാണ്. പിന്നെ വിദ്യ സന്തോഷമായിരിക്കുന്നോ? യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ വിദ്യക്ക് എന്തോ വയ്യാത്ത പോലുണ്ട്. അവൾക്ക് എന്ത് പറ്റി? എന്താ പറ്റിയെന്നറിയില്ല. അങ്ങനെ അസുഖമായിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ക്ഷീണം പോലെയും പിന്നെ തൂങ്ങിപ്പിടിച്ചുള്ള ഇരിപ്പും ആലോചനയൊക്കെയാ. അതെന്താ അങ്ങനെ? മോക്ക് കണ്ണേറ് കിട്ടിയതാണെന്ന് അതെന്നെ പറയുന്നത്. അങ്ങനെയൊക്കെ വരുമോ? അതെനിക്കറിയില്ല. എന്നാലും ഒരുപാട് ആളുകൾ അസൂയയോടെ നോക്കിയാൽ അത് ചിലപ്പോൾ ബാധിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ സാവിത്രിയമ്മയോട് പറഞ്ഞ് ഒന്ന് ഒഴിഞ്ഞിട്ടാൽ പ്രശ്നം തീരില്ലേ? ഞാൻ അമ്മയോട് പറയാം. എന്തായാലും ചെയ്തു നോക്ക്. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാം. ശരി. എന്നാ ശരി മനോജെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി ഹരി. ഹരിച്ച, വിദ്യക്ക് എന്ത് പറ്റിയെന്ന് അങ്കിൾ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം തൊട്ടെന്തോ ക്ഷീണം പോലെ ഉണ്ടെന്നും തൂങ്ങിപ്പിടിച്ച് ഇരിപ്പാണെന്നും പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ മനസ്സിലുള്ളതെല്ലാം നമ്മളോട് തുറന്നു പറയണമെന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ആലോചിച്ചു കൂട്ടി വല്ല ഡിപ്രഷനൊക്കെ ആയാൽ കുട്ടികൾ അബദ്ധം കാണിക്കും. എന്നുവെച്ചാ? അത് അത്തരം അസുഖങ്ങളൊക്കെ മനസ്സിനെ ബാധിച്ചാലേ അവരേതൊക്കെ രീതിയിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എന്നെക്കാൾ സ്നേഹിക്കുന്ന ആള് അത് സൂരജാണ്. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? എല്ലാ കുടുംബത്തിലും പ്രശ്നമുണ്ട്. പരസ്പരം പറഞ്ഞു തീർക്കും. ക്ഷമിച്ചും സഹിച്ചും വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടിന് കുടുംബം വെട്ടിപ്പിളർക്കല്ല വേണ്ടത്. ഞാനും അത് തന്നെയാ പറയുന്നത്. ഇവർ രണ്ടുപേരും അവരവരുടെ സന്തോഷം മാത്രമാണ് ചിന്തിക്കുന്നത്. അതിനിടയിൽ വിഷമിക്കുന്ന നമ്മളെക്കുറിച്ച് ആദർശനും അഭിക്കും ചിന്തയില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും സമാധാനം തരില്ല എന്ന ഉദ്ദേശമായിട്ട് ഓരോന്നും ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാനാ? എന്നു മുതലാണ് സമാധാനം ഇല്ലാതായതെന്ന് ആദ്യം ചിന്തിക്ക്. ഞാൻ ജനിച്ചത് ഈ വീട്ടിലാ. ആദർശ് ജനിച്ച അന്നു മുതൽ എന്നെ കാണുന്നുണ്ട്. എന്നിട്ട് ഇത്രയും വർഷം ഇല്ലാത്ത പ്രശ്നം ഈ നിസാര കാലം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ പുതുതായി വന്നവരുടെ മിടുക്ക് തന്നെയാ. അതെന്താ അഭി അങ്ങനെ പറഞ്ഞത്? നീ മീരമോളെ പഴിചാരി സംസാരിക്കുന്നത് പോലെയല്ലേ ഓരോന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ ആന്റി? ആദർശിന്റെ വിവാഹം വരെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഞാൻ എന്ത് തെറ്റാ ചേച്ചി ചെയ്തത്? ഇനി ഞാനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അത് അംഗീകരിച്ച് എല്ലാവരോടും മാപ്പ് പറയാനും ഞാൻ തയ്യാറാ. എല്ലാവരും ഒന്നിച്ച് ഈ വീട്ടിലുണ്ടായാൽ മാത്രം മതി. മീരെന്തിനാ മാപ്പ് പറയുന്നത്? അതിന് മീര് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മുഴുവൻ അഭിരാമിയാ. കണ്ടോ,
ഇവൻ പറയുന്നത് കേട്ടോ. ഇപ്പോഴും എല്ലാ കുറ്റങ്ങളും എന്റെ തലയിൽ വെച്ച് കെട്ടി ഭാര്യ പുണ്യാളത്തി ആക്കാനല്ലേ ആദർശ് നോക്കുന്നത്. മീര തിരിച്ചൊന്നും പറയില്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ നീ ഓരോന്ന് വിളിച്ചു പറയുന്നത്? അപ്പൊ ഞാനെങ്കിലും മീരയ്ക്ക് വേണ്ടി സംസാരിക്കണ്ടേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൊമ്പ് കോർക്കുന്നത്? ഇത് നമ്മുടെ വീടല്ലേ. ഇവിടെ നിങ്ങൾ സഹോദരങ്ങൾ ആരെങ്കിലും ഒന്ന് താന്നു കൊടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്ന അമ്മ കരുതണ്ട. ഇവർക്ക് മുന്നിൽ താണു കൊടുത്തിട്ട് യോജിച്ചു പോണെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. പിന്നെ എനിക്കാണോ നിർബന്ധം? വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിൽക്കണമെന്ന പഴഞ്ചൻ ചിന്തയൊന്നും എനിക്കില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ ഭാര്യയെ സംരക്ഷിക്കേണ്ടത് ഭർത്താവാ. അങ്ങനെയാ ഞാൻ വിശ്വസിക്കുന്നത്. അഭിരാമിയെ സംരക്ഷിക്കേണ്ടത് നോക്കേണ്ടത് വിഘ്നേഷാണ്. അതുപോലെ മീരയെ നോക്കേണ്ടത് ഞാനാണ്. എന്റെ ഭാര്യയ്ക്ക് സമാധാനവും സ്വസ്ഥതയും ഈ വീട്ടിൽ എനിക്ക് കൊടുത്തേ മതിയാവൂ. കേട്ടോ, ഇവൻ പറഞ്ഞതിന്റെ പൊരുൾ ആന്റിക്ക് അമ്മയ്ക്ക് മനസ്സിലായോ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണമെന്നല്ല ഇവൻ പറയാതെ പറഞ്ഞത്. എന്താ ആദർശം നീ അങ്ങനെ പറഞ്ഞത്? ഈ വീട് നിനക്കും ഭാര്യയ്ക്കും മാത്രം താമസിക്കാനുള്ളതാണോ? നിങ്ങളെപ്പോലെ തന്നെ അഭിക്കും വിഘ്നേഷിനും ഇവിടെ അവകാശമുണ്ട്. ആർക്കും അവകാശമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനും എന്റെ ഭാര്യയുമായിട്ട് ആരെയും ഉപദ്രവിക്കാനും നോക്കുന്നില്ല. മനഃപൂർവ്വം ഉപദ്രവിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നവരോട് പിന്നെ എന്താ പറയേണ്ടത്? എന്താ ആദർശം ഇത്? നിനക്കെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ? അങ്ങനെ ക്ഷമിക്കാനും കുടുംബത്തെ ചേർത്ത് നിർത്താനും ഇത് പഴയ ആദർശല്ല. ഭാര്യയുടെ തലയണ മന്ത്രത്തിൽ അടിമയായ പുതിയ ആദർശാണ്. ഇത്തരം വർത്തമാനങ്ങൾക്ക് എന്ത് മറുപടിയാ പറയേണ്ടെന്ന് ആന്റി ഒന്ന് പറഞ്ഞേ. ഇല്ല ചേച്ചി, ഇതൊരിക്കലും യോജിച്ചു പോവില്ല. സംസാരിക്കും തോറും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാ പോകുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾ തലയാട്ടി സമ്മതിച്ച് അനുസരിക്കുന്ന എന്റെ മക്കൾ ഇപ്പൊ ഇല്ല. അവരൊരുപാട് വളർന്നുപോയി. നിങ്ങൾ രണ്ടാളും പറയുന്നതും ചെയ്യുന്നതും നിങ്ങളുടെ ശരികളാണ്. പക്ഷെ അതിനിടയിൽ കടന്ന് ഉരുകുന്നത് നിങ്ങളുടെ അമ്മയാ. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും കണ്ടുകൊണ്ടാ മാധവി നിങ്ങളെ വളർത്തി വലുതാക്കിയത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ആന്റി ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് സത്യത്തിൽ എന്നോടോ ആദർശനോടോ അല്ല, ഇവിടുത്തെ പുതിയ അംഗത്തോടാ. കല്യാണം കഴിച്ചു വരുമ്പോ ഭർത്താവിനെ മാത്രമല്ല ഭർത്താവിന്റെ കുടുംബത്തെ സ്നേഹിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ പലർക്കും കുടുംബത്തിൽ കരയേണ്ടി വരും. ചേച്ചി, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അത് സ്വയം മനസ്സിലാക്ക്. ഇപ്പൊ ഇവിടെ നിന്ന് വിഷമത്തോടെ പോയത് എന്റെ അമ്മയാ. അമ്മയുടെ സങ്കടം കാണുമ്പോ എന്റെ നെഞ്ചു പിടയുന്നുണ്ട്. അതറിഞ്ഞ ഒരിക്കലും നീ ആദർശിനെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിപ്പിക്കില്ലായിരുന്നു. അതെങ്ങനെയാ? അമ്മമാരുടെ സങ്കടവും വിലയും അറിയണമെങ്കിൽ ഒരമ്മയ്ക്കൊപ്പം വളരണം. ഇതിപ്പോ അതുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അബി, നിർത്ത. നീ എന്നെ മര്യാദ പഠിപ്പിക്കാതെ സ്വന്തം ഭാര്യ മര്യാദ പഠിപ്പിക്കടാ. അഭിരാമി വിവരമില്ലാതെ ഓരോന്ന് പറയും. നീ ആലോചിച്ച് പ്രവർത്തിച്ചാൽ ഇതെല്ലാം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ശ്രമിച്ചതാ. ഇതിനെന്തായാലും ഒരു അവസാനം ഉണ്ടായി മതിയാവും. അതെന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. അത് അമ്മ തന്നെ തീരുമാനിക്കട്ടെ. ഹലോ. ഹലോ, എനിക്ക് വിദ്യ ഒന്ന് കാണണം. ഇന്ന് കാണാൻ പറ്റുമോ? ഞാൻ വിളിക്കുമ്പോൾ ഫോൺ പോലും എടുക്കാത്ത ആള് എന്തിനാ എന്നെ കാണുന്നത്? കോൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ. അതാ എടുക്കാത്തത്. എല്ലാം നേരി പറയാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വരണം. ഞാൻ വരാം. എവിടെയാ വരേണ്ടേ? സ്ഥലം ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. ശരി. ആ വിദ്യ, അവിടെ നിൽക്ക്. നീ ഇതെങ്ങോട്ടാ? എനിക്കൊന്ന് പുറത്തു പോണം. എങ്ങോട്ട്? ലൈബ്രറി വരെ പോകാനാ. 1-2 ബുക്സ് എടുക്കണം. ഇപ്പൊ ഒരിടത്തും പോണ്ട. മര്യാദയ്ക്ക് ഇവിടെ ഞാൻ ഇരിക്കും. അതെന്താ അമ്മേ,
ഞാൻ പോയിട്ട് വേഗം വരില്ലേ? വിദ്യ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഇനി നിനക്ക് പോയേ പറ്റുമെന്നാണെങ്കിൽ അച്ഛനും കൂട്ടി പൊയ്ക്കോ. അമ്മയ്ക്കിതെന്താ? പുറത്തേക്ക് പോകുന്നതിന് അച്ഛനെ കുട്ടി പോകാൻ ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? കൊച്ചുകുട്ടി അല്ല, അതുകൊണ്ട് തന്നെയാ പോകണ്ടെന്ന് പറഞ്ഞത്. ഇന്നലെ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. നിനക്ക് എന്തോ മാറ്റമുണ്ട്. ഈ അവസ്ഥയില് ഒറ്റയ്ക്ക് പുറത്തു പോയാൽ അത് ശരിയാവില്ല. എനിക്കൊരു കുഴപ്പമില്ല. അത് അമ്മയോട് ഞാൻ പറയുകയും ചെയ്തില്ലേ, പിന്നെന്താ? നിനക്കെന്തേ വിദ്യ പറഞ്ഞ അനുസരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? പോകണ്ടെന്നല്ലോ, അച്ഛന്റെ കൂടെ പൊയ്ക്കോളാനല്ലേ പറഞ്ഞത്. അതെന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ഇതിനു മുമ്പ് ഞാൻ ലൈബ്രറി പോയിട്ടുള്ളതല്ലേ, അതും തനിച്ചല്ലേ പോയത്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴെന്താ? അത് ശരിയാ, നിന്നെ എല്ലാത്തിനും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അന്നൊന്നും നിനക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. മയ്യാതിരിക്കുന്ന ഈ സമയത്ത് നിന്നെ തനിച്ച് ഞാൻ വിടില്ല. അമ്മ പ്ലീസ്, ഞാൻ വേഗം വരാം. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്കമ്മേ. എന്താ 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 പ്രശ്നം? എന്തുവാ ഇവിടെ രണ്ടുപേരും കൂടെ? മോളോട് തന്നെ നേരിട്ട് ചോദിക്കും. എന്താ മോളെ കാര്യം? അച്ഛാ, എനിക്കൊന്ന് പുറത്തു പോണം. ഈ അമ്മ എന്നെ വിടുന്നില്ല. അച്ഛനൊന്ന് പറ. എന്താ തന്നെ ഇത്? അവള് പുറത്തു പോകുന്നില്ല, നിനക്ക് എന്താടി കുഴപ്പം? അവളോട് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പോകുമ്പോ മനോജനെ കൂടി കൂട്ടിക്കൊണ്ട് പോകാനാ പറഞ്ഞത്. അതെന്തിനാ? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? എനിക്ക് തനിച്ച് പോകാനും വരാനൊക്കെ അറിയാലോ. കണ്ടോ ഇവളുടെ വാശി കണ്ടോ? മനോജേട്ടാ, ഇവൾക്ക് എന്തോ വയ്യായ്ക ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്കും അറിയാലോ. അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ തനിച്ചു വിടും? ഏതായാലും മനോജേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി പോയിട്ട് വരാലോ. ധന്യ, അത് അവളുടെ ഇഷ്ടമല്ലേ. അവൾക്ക് തനിച്ചു പോകാനാണ് ഇഷ്ടമെങ്കിൽ പോയിട്ട് വരട്ടെന്നേ. മോള് പോയിട്ട് പാടി. ശരി അച്ഛാ. ഇത് ശരിയല്ല കേട്ടോ. നിങ്ങൾ ഈ കാണിച്ചത് മോശമായി പോയി. അതെന്താ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഞാൻ വിദ്യയോട് പോകണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നെ ധിക്കരിച്ച് അവളെ എന്തിനാ പറഞ്ഞയച്ചത്? ധന്യ, നമ്മൾ കുട്ടികളുടെ മേലെ അധിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ല. അതവർക്ക് ദേഷ്യം നമ്മളോട് ഉണ്ടാക്കുകയുള്ളൂ. ന്യായമൊക്കെ കേൾക്കാൻ കൊള്ളാം. വിദ്യ ഒരു പെൺകുട്ടിയാ. അവളെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാ. അല്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും. ഇന്ന് വരെ അവളുടെ ഭാഗത്തു നിന്ന് ഒരു മോശം പ്രവൃത്തിയും ഉണ്ടായിട്ടില്ല. പിന്നെ അവള് പുറത്തു വന്നതിൽ എതിർത്താലേ അവൾക്കത് വിഷമം ഉണ്ടാക്കുകയുള്ളൂ. പോകണ്ടെന്നല്ലോ, നിങ്ങളുടെ കൂടെ പോകാനല്ലേ പറഞ്ഞത്. അത് നല്ല ന്യായമായി പോയി. വിശാല് പുറത്തു പോകുമ്പോ നീ ഇങ്ങനെ തന്നെ പറയൂ? ഇല്ലല്ലോ. വിശാലിനെ പോലെ ആണോ മനോജേട്ടാ വിദ്യ? അല്ലേ? അവളൊരു പെൺകുട്ടിയല്ലേ. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നാളെ നമ്മൾ തന്നെ വിഷമിക്കും. അല്ലെങ്കിലും എന്നെ ചെറുതാക്കാൻ മക്കളുടെ മുന്നിൽ വെച്ച് എന്നെ എതിർക്കുന്നത് ഇത്തിരി കൂടുതലാണല്ലോ. എന്റെ മുന്നിൽ ജയിക്കാൻ നോക്കുമ്പോ സ്വയം തോൽക്കാതെ സൂക്ഷിച്ചു. നീ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ഞാനാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതെ, ആദർശിന്റെ വിവാഹം ഉറപ്പിച്ച നാള് മുതൽ നീ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. ആദ്യം മുതൽ അത് വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ. നിങ്ങളുടെ ഈ സ്വഭാവം കാരണോ ഈ വീട്ടിൽ പോലും എനിക്കൊരു വിലയില്ലാത്തത്. എന്നെ എന്തു പറഞ്ഞാലും ചെയ്താലും ആരും ചോദിക്കില്ല എന്ന ധൈര്യം എല്ലാവർക്കും ഉണ്ട്. അതല്ലേ ആദർശ് പോലും എന്നെ തല്ലാൻ കൈ ഓങ്ങിയത്. നീ ആദർശിനെ കൊണ്ട് ചെയ്യിച്ചതാണ് ബി. നിന്റെ പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് തന്നെ ദേഷ്യം തോന്നുന്നു. ആവശ്യത്തിൽ കൂടുതൽ സ്വത്തുക്കൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് 2 പേർക്കുള്ളതാ അത്. പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് വഴക്കൂടുന്നത്? ഞാൻ പറഞ്ഞത് ന്യായമായ കാര്യങ്ങളാ. ഞാൻ ജനിച്ചു വളർന്ന വീട്ടില് എന്നെക്കാൾ പ്രാധാന്യം മീരയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അത് ഞാൻ അംഗീകരിക്കില്ല. ഇതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാ. ഒരിക്കലും ഒരു അമ്മയ്ക്ക് മക്കളെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. അമ്മയുടെ കാര്യമല്ല, ഞാൻ ആദർശിന്റെ കാര്യമാ പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ ആദർശ് മീരയ്ക്കല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? നീ വിവാഹിതയല്ലേ? ഒരു ഭാര്യയുടെ മനസ്സ് നിനക്ക് മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ തന്നെ നമ്മുടെ കാര്യത്തിൽ അബി എന്തൊക്കെയാ ചെയ്തത്? കല്യാണം കഴിഞ്ഞ പ്രൈവസി വേണമെന്ന് പറഞ്ഞ് വീട് വരെ മാറി താമസിപ്പിച്ചില്ലേ? അപ്പൊ പിന്നെ പ്രൈവസി മീരയെ ആദർശം ആഗ്രഹിക്കില്ലേ? അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ മാറി താമസിച്ചോട്ടെ. അല്ലാതെ ഈ വീട്ടിൽ അവരുടെ തന്നെ ഇഷ്ടം നടക്കില്ല.
ഞാൻ പറയുന്നത് അഭി സമാധാനത്തോടൊന്ന് കേക്ക്. നമ്മൾ കാരണം ഇവിടെ പ്രശ്നങ്ങളൊന്നും വേണ്ട. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടല്ലേ ആദർശ് മീര ഇവിടെ കഴിയുന്നത്. എന്നിട്ട് ഇനിയെങ്കിലും അവർക്ക് സന്തോഷത്തോടെ കഴിയണ്ടേ? അതിൻ്റെ ഇടയിൽ പുതിയ പ്രശ്നങ്ങളായിട്ട് നമ്മൾ എന്തിനാ ചെല്ലുന്നത്? അഭി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മീര ഒരു പാവം കുട്ടിയാ. ആർക്കും ഒരു ദ്രോഹം ഉണ്ടാവുന്ന ചിന്തയൊന്നും മീരയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഓ, അല്ലെങ്കിലും നിങ്ങളുടെ കണ്ണിലെ എല്ലാ പെണ്ണുങ്ങളും നല്ലവരാ. ഞാൻ ഒരാൾ മാത്രമല്ലേ നിങ്ങൾക്ക് തെറ്റുകാരിയായുള്ളൂ. എന്തിനാ അഭി നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ പറയുന്നത്. നിന്നെ ആരും മോശം പറയരുതെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. എന്നെ ആളുകൾ മോശം പറയാനുള്ളതൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ ആവശ്യപ്പെടുന്നത് ന്യായമായ കാര്യമാണ്. ഇവിടെയുള്ള ഓരോന്നും എന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടത് തന്നെയാ. അതിലാർക്കും കൂടുതൽ അവകാശമൊന്നുമില്ല. അതിൽ എന്റെ ഭാഗം എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലേ? അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഉത്തരവാദി എന്റെ അനുജനും ഭാര്യയുമാണ്. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ചേച്ചിയായ എന്നെ തല്ലാൻ കൈ ഓങ്ങിയ ആദർശിനെ ഇനി ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. നിന്നോട് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. എത്ര പറഞ്ഞാലും നീ അത് മനസ്സിലാക്കില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കൂടുതലൊന്നും പറയണ്ട. അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം എനിക്കുണ്ടായത്? എന്താ ഇവിടെ ഒരു സംസാരം? വിഘ്നേഷ് ഏട്ടനെ ഞാൻ ചെയ്യുന്നതിനോടൊക്കെ എതിർപ്പാ അമ്മേ. അങ്ങേർക്കിപ്പോ മീര ഫാൻസ് അസോസിയേഷൻ തുടങ്ങണോന്ന്. എന്റെ അമ്മേ, ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. വിഘ്നേഷ് പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളത്. അപ്പൊ ഞാനാണ് പ്രശ്നക്കാരി എന്ന് തന്നെയാണോ അമ്മയും പറയുന്നത്? ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് എന്റെ 2 മക്കളും ഒരുപോലെയാണ്. 2 പേരെ എനിക്ക് വേണം. അതുകൊണ്ടാ നിങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് വിടാതെ ഇവിടെ പിടിച്ചു നിർത്തിയത്. പക്ഷേ അതിന് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വെക്കോ, അതാ നല്ലത്. നടക്കില്ല അമ്മേ, ഞാൻ ഇവിടെ നിന്ന് ഒരിടത്തേക്ക് പോകുന്നില്ല. ഒന്നിച്ചു നിന്ന സ്നേഹവും സന്തോഷവും കൂടുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ പറയുന്നത്. നിങ്ങളുടെ വീട് വെറുതെ അടച്ചിട്ടിരിക്കുകയല്ലേ? അങ്ങനെ കിടന്ന് നശിപ്പിച്ച് കളയണ്ട. 2 ആളും അങ്ങോട്ട് മാറിക്കോ. ഞാനും അബിയോടത് പറഞ്ഞായിരുന്നു. അമ്മ ഇപ്പൊ ഈ പറയുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലാന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ പോയാ അത് മീരയുടെ മുന്നിൽ തോൽക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ അവളുടെ മുന്നിൽ ഈ അബി തോൽക്കില്ല. അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാന്ന് ആരും കരുതണ്ട. നിന്നെ തോപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അബി? സത്യം പറയാലോ, തോന്നി. അമ്മ ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞത് എന്നോടല്ലേ, അല്ലാതെ മീരയോടല്ലല്ലോ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയാ ആ മീരയടക്കം എല്ലാവരും കളിയാക്കി ചിരിക്കും. എന്തിനാ മോളെ നിനക്ക് ഈ വാശി? അതെ, വാശിയാണ്. മീരയുടെ മുന്നിൽ തോൽക്കില്ല എന്നുള്ളൊരു വാശി. നിങ്ങൾ 2 പേരും ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഞാനാ. അമ്മ മീര ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ആദർശനോട് പറ. അവള് പോയാ എനിക്ക് കമ്പനിയും വേണ്ട, ജോലിയും വേണ്ട. അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല അഭിരാമി. നീ വെറുതെ നടക്കാത്ത കാര്യത്തിന് വാശി പിടിക്കരുത്. എങ്കി അമ്മ വെറുതെ എന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കാനും നോക്കണ്ട. ഞാൻ പറഞ്ഞതിനപ്പുറം ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. എന്റെ ഈശ്വര, ഇത് എന്തൊരവസ്ഥയാണ്! എന്തിനാ അബി അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ ഞാൻ അയഞ്ഞാൽ ഇതുവരെ ഞാൻ ചെയ്തതെല്ലാം വെറുതെ ആവും. ഞാൻ മനസ്സിൽ വിചാരിച്ചത് സാധിക്കാതെ ഒരു താരി പോലും ഞാൻ വിട്ടുകൊടുക്കില്ല. എന്നെ ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കും. ഇരിക്കുമോളെ. എന്തു പറഞ്ഞാ മോളെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാലും മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ മനസ്സിലേക്ക് എടുക്കാതിരിക്കണമെന്ന് പറയുക ഞാൻ. ഇവിടെ അതല്ലാതെ വേറെ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിചേച്ചിക്ക് എന്നോട് ഇത്രയും ശത്രുത തോന്നാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇനി അതിനെക്കുറിച്ച് മോള് വെറുതെ ആലോചിക്കണ്ട. കാരണം ആ ചോദ്യത്തിന് ഒരിക്കലും ഒരു ഉത്തരം കിട്ടാൻ പോകുന്നില്ല.
അബിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിലും അർത്ഥമില്ല. സങ്കടങ്ങൾ മറക്കാൻ മറ്റു വഴികൾ നോക്കുന്നതാ നല്ലത്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെ മാറ്റാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ഈശ്വരനാ. ആ തൃപ്പാദങ്ങളിൽ മോളുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിക്കുക. ഭഗവാൻ ഇതിനൊരു പരിഹാരം കാണും.